കേരളത്തിലെ കോൺഗ്രസ് എന്താ ഇപ്പോൾ ചെയ്യുന്നത്? അതിലേറ്റവും പ്രമാണപ്പെട്ട കുടുംബങ്ങളിലെ 2 പിന്മുറക്കാരെ ആദ്യം തന്നെ കോൺഗ്രസ് കൊടുത്തു ബി ജെ പിക്ക്. ആദ്യം AK ആന്റണിയുടെ മകനെ കൊടുത്തു ബി ജെ പിക്ക്. പിന്നെ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ബി ജെ പിയിലും പാലിക്കാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതിനു വേണ്ടിയോ അല്ലാതെയോ രണ്ടാമതായി കരുണാകരൻ്റെ മകളെയും കൊടുത്തു കോൺഗ്രസ് ബി ജെ പിക്ക്. പിന്നെ ഒത്തിരി പേരെ കൊടുത്തു. ഇതുപോലെ നേതാക്കന്മാരുടെ കുടുംബങ്ങളിലെ പിന്മുറക്കാരെ തന്നെ ബി ജെ പിക്ക് ദാനം ചെയ്യുന്ന ഈ കോൺഗ്രസിനെ പറ്റി അമർഷം കൊള്ളുന്ന ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്. ആ കോൺഗ്രസ്സുകാരിലെ ഒരു ഗണ്യമായ ഭാഗം ഇത്തവണ LDF ഭാഗത്തേക്ക് വോട്ട് ചെയ്യും. ചിലർ ആ കാര്യം പരസ്യമായി പറയുന്നുണ്ട്. പറയാത്ത ഒരുപാട് പേർ അവരെല്ലാം നാളെ CPIയിലോ CPMലോ ചേരും എന്നില്ല. പക്ഷെ മഹാത്മാഗാന്ധിയെ മറക്കാൻ കഴിയാത്ത കോൺഗ്രസ്സുകാരുണ്ട്. നെഹ്റുവിനെ ചേർത്ത് പിടിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്. അത്തരം കോൺഗ്രസ്സുകാർ പരസ്യമായി പ്രഖ്യാപിക്കാതെ തന്നെ ഗാന്ധി നെഹ്റു മൂല്യങ്ങളോട് കോൺഗ്രസ് കാണിക്കുന്ന വഞ്ചനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ മൂല്യങ്ങളെ കോൺഗ്രസിനേക്കാളും പ്രിയങ്കരമായി കാണുന്ന ഇടതുപക്ഷമാണ് ശരി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തവണ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. ആ സൂചനയും ശക്തമാണ്. അതെല്ലാം കൊണ്ട് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ 20-ൽ 20 നേടാൻ വേണ്ടി മത്സരിക്കുകയാണ്. വയനാട്ടിൽ ഞങ്ങൾ 3 റൗണ്ട് ക്യാമ്പയിൻ പൂർത്തിയാക്കി. സഹവാനി രാജ ഇതിനോടകം മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയത് 1 വട്ടമല്ല, 2 വട്ടമല്ല, 3 വട്ടമാണ്. ആ സ്ഥാനാർത്ഥിയെ വോട്ടർമാർ സ്വന്തമായി ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇതാണ് കേരളത്തിലെ പൊതുസ്ഥിതി. തീർച്ചയായിട്ടും ഞങ്ങളുടെ പാർട്ടിക്ക് ഏതെങ്കിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ പണം കിട്ടുന്നില്ല. ബഹുമാനപൂർവ്വം CPI പറയും, കോർപ്പറേറ്റ് ഫണ്ട് വേണ്ട എന്ന് ആദ്യമായി പറഞ്ഞ പാർട്ടിയാണ് CPI. ഒറ്റ പൈസ പോലും ആ വഴിക്ക് സ്വീകരിക്കാൻ കൂട്ടാക്കാത്ത പാർട്ടിയാണ് CPI. പക്ഷേ ജനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ നേരിടും. ഞങ്ങളെപ്പോലൊരു പാർട്ടിക്ക് താങ്ങാനാകാത്ത ഭാരമുണ്ട്, സാമ്പത്തിക ഭാരം. പക്ഷെ പാർട്ടിയുടെ മിത്രങ്ങൾ, ബന്ധുക്കൾ, നീതിബോധമുള്ളവർ അവരെല്ലാം തരുന്ന സഹായത്തിൻ്റെ പിൻബലത്തിൽ ഞങ്ങൾ പ്രയാസകരമായി കടമ്പയെ കടക്കും. അത് കോൺഗ്രസിൻ്റെ ഗതികേടല്ലേ? LDFൻ്റെ ഏറ്റവും ശക്തരായ 2 നേതാക്കന്മാരെ സ്വന്തം പോസ്റ്റർ ഫേസാക്കി മാറ്റാനുള്ള ഗതികേടല്ലേ കോൺഗ്രസ് കാണിക്കുന്നത്? കൃഷ്ണൻകുട്ടി ഏട്ടനും മാത്യു ടി തോമസും കേരളത്തിലെ LDFൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാരാണ്. അവരുടെ മുഖം കാണിക്കാതെ മുന്നോട്ട് പോകാനാകാത്ത അവസ്ഥയിലെത്തിയോ കർണാടകത്തിലെ കോൺഗ്രസ്? എങ്കിൽ ആ കോൺഗ്രസിന് ഞാൻ ആ കഷ്ടം എന്ന് പറയും. ഒരാൾ പറ, ആരാ അദ്ദേഹം? പറയും. എങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേവഗൌഡയും കൈകൊടുക്കുന്നു. അതിൽ മാത്യു ടി തോമസും അതുപോലെ തന്നെ കൃഷ്ണൻകുട്ടിയുടെ ഒക്കെ ഫോട്ടോ ഉള്ള BJPയുടെ പോസ്റ്ററിലാണ് അവിടെ പ്രചരിപ്പിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയി കൈകൊടുക്കാൻ പോയ ദേവഗൌഡയുടെ നയത്തോട് യോജിപ്പില്ല എന്ന് പറഞ്ഞ ഒരു മാത്യു ടി തോമസിനെ എനിക്കറിയാം. യോജിപ്പില്ല എന്ന് പറഞ്ഞ ഒരു കൃഷ്ണൻകുട്ടി ഏട്ടനെയും എനിക്കറിയാം. അവർ ഒരു കാരണവശാലും ദേവഗൌഡയുടെ കൂടെ പോയിട്ട് മോദിയുടെ കൂടെ കൈകൊടുക്കാൻ പോകില്ല എന്ന് ഉറപ്പെനിക്കുണ്ട്. ആ പേരൊന്നും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു BJPയും ഒരു കോൺഗ്രസും രാഷ്ട്രീയം കളിക്കണ്ട. ഇല്ലില്ല. LDFൻ്റെ എല്ലാ മീറ്റിങ്ങുകളിലെയും ഏറ്റവും സജീവമായിട്ടുള്ള 2 നേതാക്കന്മാരാണ് മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടി ഏട്ടനും. അവരുടെ രാഷ്ട്രീയ വ്യക്തിത്വത്തെക്കുറിച്ചും രാഷ്ട്രീയ ഇൻ്റഗ്രിറ്റിയെ പറ്റിയും CPIക്ക് LDFന് പൂർണ്ണ ബോധ്യമാണ്.
പോസ്റ്റർ ഇറക്കി ചോദിക്കുക, നൺ ഓഫ് അവർ ബിസിനസ്.